എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈകൾക്കുണ്ടാകുന്ന ഒരു വേദന, അതായത് ടെന്നീസ് എൽബോ എന്ന് പറയും. ഈ ജോയിന്റിന്റെ ഭാഗത്ത് നമുക്ക് നല്ല രീതിയിലുണ്ടാകുന്ന ഒരു പെയിൻ ആണ്. അത് നമുക്ക് എന്തെങ്കിലും ഒരു തോർത്ത് പിഴിയാനോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായ ഒരു പെയിൻ നമുക്ക് ഇതിനകത്ത് അനുഭവപ്പെടും. അപ്പം അത് ഇഞ്ചക്ഷൻ കൊണ്ട് താൽക്കാലികമായിട്ട് മാറും, പിന്നെയും ആ സാധനം സ്റ്റാർട്ടാവും. മെഡിസിൻ എടുക്കുമ്പോൾ കുറയും, മെഡിസിൻ നിർത്തുമ്പോൾ വീണ്ടും വരും. അത് നമ്മുടെ മസിൽസ്, ഫോർ ആംസ് മസിൽസ് വീക്കായി തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം കൂടുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രാക്ടീസുകൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ടെന്ന് പറഞ്ഞാൽ കൈകളൊന്ന് സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക, നല്ല ടൈറ്റായിട്ട് നടക്കുക, തുറക്കുക, ടൈറ്റായിട്ട് നടക്കുക, തുറക്കുക. നമുക്കൊരു 20 പ്രാവശ്യം ഇത് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ പ്രാക്ടീസ് പറഞ്ഞാൽ വിരൽ കൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുക, ഇങ്ങനെ നന്നായിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഫോർ ആംസ് മസിൽസ് നല്ല ടൈറ്റ് ആവും. അതൊരു രണ്ടാമത്തെ പ്രാക്ടീസ്. അത് നമ്മളൊരു 2 മിനിറ്റോളം നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് മൂന്നാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. എൽബോ നമ്മുടെ റിസ്റ്റിൻ്റെ അവിടെ മാത്രം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ കാണാം ഈ ഫോർ ആംസിൻ്റെ മസിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ആ മസിൽസ് എല്ലാം നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആവും, നല്ല ടൈറ്റ് ആവും, നല്ല സ്ട്രോങ് ആവും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പ് ഡൗൺ ആണ്. മുകളിലേക്ക് താഴേക്കും അപ്പ് ഡൗൺ ചെയ്യുക, അപ്പ് ഡൗൺ ചെയ്യുക, ഇത് രീതിയിൽ. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 സെക്കൻഡ് ഇതുപോലെ ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഒരു 30 സെക്കൻഡ്. അടുത്ത സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ രണ്ട് കൈക്ക് മാറി മാറി നമ്മളത് ചെയ്യുക. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക രണ്ട് കൈക്ക്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു ഡംബല് അല്ലെങ്കിൽ നമുക്ക് ഒരു ബാറ്, ആ ബാർ എടുത്ത ശേഷം കൈകളൊന്ന് സ്ട്രെയിറ്റ് ആക്കിയ ശേഷം പതിയെ റോൾ ചെയ്ത് കൊടുക്കുക, മുമ്പോട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്ത് കൊടുത്ത ശേഷം മാക്സിമം റോൾ ചെയ്യുക. അന്നേരം നമ്മുടെ ഫോർ ആംസ് മസിൽസ് ടൈറ്റായി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. നല്ല ടൈറ്റായി കഴിയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് തിരിക്കുക, ഓപ്പോസിറ്റ് തിരിച്ച് ആ ഫോർ ആംസ് മസിൽസ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഡംബൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ലിറ്ററിൻ്റെ കുപ്പി, മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ വെള്ളം നിറച്ച ശേഷം നമുക്ക് ഈ സംഭവം തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ ഫോർ ആംസ് മസിൽസ് ടൈറ്റ് ആക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ വെച്ചിട്ട് കൈയുടെ റിസ്റ്റ് പതിയെ തിരിച്ചുകൊണ്ട് നമുക്ക് ഈ ഫോർ ആംസ് മസിൽസിന് പ്രാക്ടീസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൈകൾ ഇതേ പൊസിഷൻ, വാട്ടർ വെള്ളത്തിൻ്റെ കുപ്പിയാണെങ്കിൽ നമ്മൾ ഇതേ പൊസിഷൻ തന്നെ നിന്നിട്ട് അപ്പ് ഡൗൺ, റിസ്റ്റിൻ്റെ അവിടെ നിന്ന് അപ്പ് ഡൗൺ ചെയ്യുക, നേരെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് അതും അപ്പ് ഡൗൺ ചെയ്യുക. ഇത്രയും പ്രാക്ടീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ നല്ല സ്ട്രോങ് ആവും, ഫോർ ആംസിൻ്റെ മസിൽസ് സ്ട്രോങ് ആവും, റിസ്റ്റിന് ബലം കിട്ടും. മൊത്തത്തിൽ ഈ ടെന്നീസ് എൽബോ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഉണ്ടാവത്തേ ഇല്ല. ഒരു മെഡിസിനും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, തനിയെ അത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് ഉടനടി മാറുകയല്ല, നമുക്ക് നല്ല സമയമെടുക്കും. ഒരു 3 മാസത്തിനൊക്കെ പ്രാക്ടീസിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കണ്ടെത്താൻ പറ്റും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക. നന്ദി.